ഒരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നോ എനിക്ക് ക്യാൻസർ ആണെന്ന്? അത് ഞാൻ പറഞ്ഞോ എനിക്ക് ക്യാൻസർ ആണെന്ന്? ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ പോയി ഞാൻ ആരോടും വന്ന് പറഞ്ഞിട്ടില്ലേ ഇതുവരെ. ഈ നിമിഷം വരെ ഇത്രയും മീഡിയക്കാരുണ്ടായിരുന്നു, ഇന്നലെ തൊട്ട് ഇത് ചോദിക്കുന്നതാണ്, നമ്മുടെ ആൽബത്തിന് വന്നപ്പോൾ തൊട്ട് ചോദിക്കുന്നതാണ്. ഞാൻ ഇതുവരെയായിട്ടും എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ എങ്ങും വന്ന് പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം, എനിക്കങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിരിക്കും. അത് ഞാൻ മുഖത്ത് നോക്കി എൻ്റെ പ്രേക്ഷകരോട്, ഇനിയിപ്പോൾ ഇഷ്ടപ്പെടുന്നവരോ ഇഷ്ടപ്പെടാത്ത എന്തുവാട്ടെ എനിവൺ, എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും അത് മുഖത്ത് നോക്കി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം രേണുസുതിക്ക് ക്യാൻസർ ഉണ്ടോ എന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ രേണു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതായത് രേണുവിന്റെ സ്റ്റാൻഡ് എന്താണ്, രേണുവിന് ശരിക്കും അങ്ങനെ ഒരു അസുഖമുണ്ട് എന്നതിനെ കുറിച്ചൊരു കാര്യം രേണു പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഈ മീഡിയക്കാര് രേണുവിനെ വിടാൻ ഉദ്ദേശിച്ചില്ല. രേണുവിനെ എവിടെ വെച്ച് കണ്ടാലും ഇത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. രേണുവിന് ക്യാൻസർ ഉണ്ടോ, രേണുവിന് ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു പ്രാവശ്യം മറുപടി പറഞ്ഞാൽ പോരെ. അത് ഇന്നലെയും നമ്മൾ പല മീഡിയക്കാരും ഇതിനെക്കുറിച്ച് രേണുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ രേണു മറുപടി പറഞ്ഞതാണ്, ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ജനങ്ങളുടെ അടുത്ത് അത് തുറന്നു പറയും, എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് ഞാനത് തുറന്നു പറയുക തന്നെ ചെയ്യുന്ന രേണു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ മീഡിയക്കാർ വിടാൻ ഉദ്ദേശമില്ല. വീണ്ടും വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വീണ്ടും രേണു ഭയങ്കരമായിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ആൾക്കാർക്ക് വല്ലാതെ വെറുപ്പ് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്നും ഏതോ ഒരു ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ട്, ഏതോ ഒരു കുൽസിത എന്താ പറയാ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് കുറെ മീഡിയക്കാർ വീണ്ടും ഈ ക്യാൻസർ വിഷയം എടുത്തിടുകയാണ്. എന്തായാലും അതിനെക്കുറിച്ച് രേണു പറയുന്നത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം. പിന്നെ നമ്മൾ മനുഷ്യരാണ്. നമ്മളിപ്പം 30 കഴിഞ്ഞ സ്ത്രീകൾ, 40-45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ വർഷവും ഞാൻ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ടെസ്റ്റ് ചെയ്തിരിക്കണം. മാമോഗ്രാം, അത് ഏത് വിദഗ്ധ ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം, മാമോഗ്രാം ചെയ്തിരിക്കണം. കാരണം അവർക്ക് സാധ്യത 35 വയസ്സ് കഴിഞ്ഞ്, അതായത് 40 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് സാധ്യത കൂടുതലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ചെക്ക് ചെയ്യണം. ഞാനങ്ങനെ ചെക്ക് ചെയ്യാറുള്ള സ്ത്രീയാണ്, മനസ്സിലായോ? എന്തുവാകട്ടെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ പറഞ്ഞിരിക്കും. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞൊന്നും എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതും ഇങ്ങനത്തെ ഒരു വിഷയം. വെറും കള്ളക്കഥയാണ് ദുബായിൽ പോയി സ്ഥിരീകരിച്ചെന്ന് പറയുന്നത് തന്നെ വെറും കള്ളക്കഥ, കെട്ടിച്ചമച്ച കഥയാണത്. ദുബായിൽ പോയി സ്ഥിരീകരിച്ചെന്ന് പറയുന്നത് കെട്ടിച്ചമച്ച കഥ തന്നെയാണ് അത്. എന്റെ പൊന്നെ, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? കണ്ടല്ലോ, ഈ ഒരു വിഷയം കഴിഞ്ഞു. അതിനുള്ള മറുപടി രേണു പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ മീഡിയക്കാർ വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ എന്താ ഇതിനെ കുറിച്ച് പറയണ്ടേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് ഇത്രയും ഒരു നെഗറ്റീവ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ മീഡിയക്കാർ തന്നെയാണ്. കുറേ അലവലാതി മീഡിയക്കാരുണ്ട് കേട്ടോ. ഇതുപോലുള്ള സെലിബ്രിറ്റീസ്, പ്രത്യേകിച്ച് രേണുസുതി എവിടെ പോകുന്നു അവിടെ എല്ലാം ഇതുപോലെ കുറെ എണ്ണങ്ങൾ വാലേ തൂങ്ങിയുണ്ടാവും. ഇത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ചേർത്തലയില് ഒരു ഷോപ്പിന്റെ, ഒരു ബ്യൂട്ടി പാർലറിന്റെ ഇനാഗ്രേഷൻ വന്നപ്പോൾ ഈ പറയുന്ന ഞാനും ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടു മീഡിയക്കാർ, എന്തോരം മീഡിയക്കാരെ, പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഉണ്ട് ഈ രേണുവിന്റെ ഈ ഇതൊക്കെ ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും കുറെ എണ്ണങ്ങൾ ഇങ്ങനെ വാലയിൽ തൂങ്ങി നടക്കുകയാണ്. രേണുവിന് കിച്ചു നല്ലൊരു മകനായിരുന്നു, പക്ഷെ കിച്ചുവിന് നല്ലൊരു അമ്മയായിരുന്നില്ല രേണു എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ. സത്യം പറഞ്ഞ ഒരു 5 ഇതൊക്കെ ഓർക്കാൻ തന്നെ നമുക്ക് എന്താ പറയാ ചേട്ടാ, നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇമോഷനാണ്. കാരണം 11 വയസ്സ് കിട്ടിയതാണ്. അതൊക്കെ എനിക്ക് സുചിച്ചാറിനുള്ളപ്പത്തേന് കിട്ടിയ കുട്ടിയാണ്. എൻ്റെ കടമ ഞാൻ അതുപോലെ നിർവഹിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇപ്പോഴത്തെ കാലമാണ്, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ വഴി അത് ഇതൊക്കെ എന്തുവാകട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതുവരെയും എന്നെ അമ്മയെന്ന് വിളിക്കുന്നിടം വരെ ഞാൻ അവൻ്റെ അമ്മ തന്നെ ആയിരിക്കും. ഇന്നും ഞാൻ പറയുന്നു അതുവരെ. ഇപ്പം ഞാൻ പറയാം അതുവരെ എൻ്റെ മകനായിരിക്കും. വീണ്ടും ഞാൻ പറയാം അതുവരെ അമ്മ എന്ന് വിളിക്കുന്നിടം വരെ എൻ്റെ മകൻ തന്നെ ആയിരിക്കും. ശരിക്കും പറഞ്ഞു ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ഈ ക്യാമറയും നോക്കി നടക്കുന്ന കുറെ അലവലാതി മീഡിയക്കാർ തന്നെയാണ്. കണ്ടില്ല, എവിടെ വെച്ച് കണ്ടാലും ഇവന്മാർക്ക് ഇതൊക്കെ ചോദിക്കാമല്ലോ. കിച്ചുമായിട്ടുള്ള പ്രശ്നം എന്തായി, മറ്റേതായി മറിച്ചതായി. ഇവള് മീഡിയക്കാരോട് കിച്ചുവിന്റെ കാര്യത്തെക്കുറിച്ച് ഒരു വിധത്തിൽ പറയും. എന്നിട്ട് കിച്ചുവിനെ കാണുമ്പോൾ ഇവന്മാരെ ഓടിച്ചെന്നിട്ട് രേണുവിനെ കുറിച്ച് ചോദിക്കും. അതായത് ഇവന്മാരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ റീച്ച് തന്നെയാണ്. ആരൊക്കെ തമ്മി തല്ലിയാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഈ മീഡിയക്കാർക്ക് അവർക്ക് റീച്ച് വേണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാമറയും തൂക്കി നടക്കുക. സത്യം പറഞ്ഞാൽ ഇവന്മാരെയൊക്കെ നേരിട്ട് കണ്ടാലുണ്ടല്ലോ കർണക്കുറ്റി അടിച്ചു പൊളിക്കണം. അതുകൊണ്ട് എന്താ പറയണ്ടേ, ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ 100-ൽ 80% ഈ മീഡിയക്കാർ തന്നെയാണ്. ഇത്രയും നെഗറ്റീവ് ഇപ്പൊ രേണുവിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ കിച്ചുവിനാണെങ്കിൽ പോലും ആർക്കാണെങ്കിലും നെഗറ്റീവ് ഉണ്ടാക്കാൻ കാരണം മീഡിയക്കാർ തന്നെ, അതിൽ യാതൊരു സംശയവും ഇല്ല.
ഈ മീഡിയക്കാരുടെ ഇമാതിരി ചോദ്യത്തിനൊക്കെ മറുപടി പറയാൻ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. അതിനും രേണുവും കാരണക്കാരി തന്നെ. കാരണം രേണു എവിടെ പോയാലും എന്ത് പരിപാടിക്ക് പോയാലും കുറെ മീഡിയക്കാരെയും കൊണ്ടാ പോകുന്നത്. രേണു തന്നെ പണം മുടക്കി അല്ലെ പൈസ മുടക്കി അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ മീഡിയക്കാരെ കൂടെ കൊണ്ടുപോകുന്നതാണെന്നാ പലരും പറയുന്നത്. എന്തായാലും കഷ്ടം തന്നെ കേട്ടോ. ഇപ്പൊ കിച്ചുവിനെ കുറിച്ച് ചോദിച്ചു കണ്ടില്ലേ? അതായത് കിച്ചുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രേണുവിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്നൊക്കെ വീഴും. അത് കാണുമ്പോൾ ആൾക്കാർ അതെടുത്ത് റിയാക്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ നാണം കെട്ട ഓമാര് ഇതുപോലെ പുറകെ നടന്ന് ഓരോന്ന് ചോദിച്ച് ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കുറ്റം മൊത്തം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സിനാണ്. ഇതുപോലെ ക്യാമറയും തൂക്കി കുറെ എണ്ണങ്ങൾ പുറകെ നടക്കുന്നതിനോ ഇതുപോലുള്ള കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ യാതൊരുവിധ പ്രശ്നവും ഇല്ല. എന്നിട്ട് കുറ്റം മൊത്തം വ്ളോഗേഴ്സ് പണം ഉണ്ടാക്കുന്നു, രേണുവിനെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു. എന്താ പറയണ്ടേ ഇതിനൊക്കെ? നിങ്ങൾ തന്നെ ഒന്ന് പറ. രേണു എവിടെ പോയാലും കുറെ മീഡിയക്കാരുണ്ടാവും. അവര് ഇതുപോലുള്ള കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കുന്നു, വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. അല്ലാതെ എന്താ പറയണ്ടേ? ഇനിയിപ്പോ എനിക്ക് ക്യാൻസർ ആയാലും അല്ലേലും ഇവരുടെ ആരുടെ ഈ നെഗറ്റീവ് പറഞ്ഞു നടക്കുന്ന ആരുടെ സഹായം എനിക്ക് വേണ്ട. ഈ ക്യാൻസർ ആണെന്നുള്ള ന്യൂസ് ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആകാൻ എന്തായിരിക്കും ഒരു കാരണം? ഞാൻ പറയട്ടെ, എന്തുകൊണ്ടും എന്റെ പുറകെ നടക്കുന്ന, ഞാൻ അവരുടെ പേര് പറയുന്നത് എനിക്ക് മടുത്ത്. കാരണം അവരെ കൊണ്ട് എനിക്ക് മടുത്തെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എനിക്ക് ക്യാൻസർ ആയാലും അല്ലേലും ഇവരുടെ ആരുടെ ഈ നെഗറ്റീവ് പറഞ്ഞു നടക്കുന്ന ആരുടെ സഹായം എനിക്ക് വേണ്ട. ഞാൻ ചത്തുപോയാൽ അങ്ങ് പോട്ടെ എന്ന് വെക്കും. ഈ നെഗറ്റീവ് പറഞ്ഞു നടക്കുന്നത്, എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടാവും. അവരുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ ആശ്വാസം മതി എനിക്ക്. അല്ലാതെ ഉണ്ടേലും ഇല്ലേലും ഈ നെഗറ്റീവ് പറയുന്ന ഉരുത്തികളുടെ ഒന്നും എനിക്ക് വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നോ എനിക്ക് ക്യാൻസർ ആണെന്ന്? അത് ഞാൻ പറഞ്ഞോ എനിക്ക് ക്യാൻസർ ആണെന്ന്? ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ പോയെന്ന് ഞാൻ ആരോടും വന്ന് പറഞ്ഞിട്ടില്ലേ ഇതുവരെ? ഈ നിമിഷം വരെ ഇത്രയും മീഡിയക്കാരുണ്ടായിരുന്നു. ഇന്നലെ തൊട്ട് ഇത് ചോദിക്കുന്നതാണ്, നമ്മുടെ ആൽബത്തിന് വന്നപ്പോൾ തൊട്ട് ചോദിക്കുന്നതാണ്. ഞാൻ ഇതുവരെയായിട്ടും എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ എങ്ങും വന്ന് പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം, എനിക്കങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിരിക്കും. അത് ഞാൻ മുഖത്ത് നോക്കി എൻ്റെ പ്രേക്ഷകരോട്, ഇനിയിപ്പോൾ ഇഷ്ടപ്പെടുന്നവരോ ഇഷ്ടപ്പെടാത്ത എന്തുവാട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും അത് മുഖത്ത് നോക്കി.